ഇന്നത്തെ ഭാഗ്യം നാളത്തെ ഭാഗ്യം. ആരാണ് ഭാഗ്യവാൻ ആരാണ് ഭാഗ്യവതി എന്ന് ആർക്കും അറിയില്ല കേട്ടോ. ഇന്നത്തെ ഭാഗ്യം എടുത്തിട്ട് പോവാം. എനിക്കിപ്പോ ഭാഗ്യത്തിലുള്ള വിശ്വാസമൊക്കെ പോയി ചെയ്തേട്ടാ. 2 വർഷം മുമ്പ് ഒരു 5000 റുപ്യ അടിച്ചതാ. അതിൽ പിന്നെ ഒരു നയ പൈസ അടിച്ചിട്ടില്ല എനിക്ക്. ആർക്ക് എപ്പോഴാ ഭാഗ്യം വരണേന്ന് അറിയില്ലല്ലോ. തന്റെ ഭാഗ്യം തനിക്കും അറിയില്ല, എനിക്കും അറിയില്ല. ശീതളേട്ടാ, ശീതളേട്ടന്റെ ഒരു ലക്കി നമ്പർ പറ ശീതളേട്ടാ. എന്റെ ലക്കി നമ്പർ 9. ഒരു ലക്കി നമ്പർ കൂടെ പറഞ്ഞ. പിന്നെ 1. ഇനി ഒരു നമ്പർ കൂടെ പറ, ഒരെണ്ണം കൂടെ പറ. പിന്നെ 1നും 9നും ഇടയ്ക്കുള്ള എല്ലാ നമ്പറും ലക്കി നമ്പറാ. എനിക്കിത് കച്ചവടം ചെയ്യണ്ടേ എന്നുള്ളതാണ്. അതെ, ഞാന് ശീതളേട്ടാ ഇതിലിപ്പോ ഏത് എടുക്കണമെന്നുള്ള ആശയക്കുഴപ്പത്തില്ല. അതല്ലേ അങ്ങനെ നോക്കി നിന്നാ ഉള്ള ഭാഗ്യം കൂടി പോവും. ഏത് ടിക്കറ്റാണിത്? ആരാ ഉണ്ണിയോ? എവിടെയാണോ 2 ദിവസമായിട്ട് കാണുന്നില്ലല്ലോ. പടിയല്ലേ ചേട്ടാ, ഇന്ന് പണിക്ക് പോയിട്ടാ ഒപ്പറിലെ ലീവാക്കി, പിന്നെ ഞാൻ ലീവാക്കി. ലോട്ടറി ഒന്നും വേണ്ടേ? നമ്പർ ഇത് ഞാൻ നോക്കി എടുത്തു വെച്ചേട്ടോ. ഇത് ശീതളേട്ടാ, ഇത് ഞാൻ എടുത്ത ടിക്കറ്റാ, പുള്ളി എടുത്ത്. ശരി, എടുത്തോ. ഉണ്ണി വേറെ എടുത്തോ. അയ്യോ ഉണ്ണി, അത് ഞാൻ ആദ്യമേ നോക്കി വെച്ച ഈ നമ്പറായിരുന്നു. ഞാൻ നോക്കി വെച്ച നമ്പറാ ശീതളേട്ടാ പുള്ളി എടുക്കുന്നത്. എന്നാ ഉണ്ണി വേറെ ഒരെണ്ണം എടുത്തോ. ഉണ്ണി അത് അയാളെ നേരത്തെ വന്ന് നോക്കി വെച്ചത്. ഇത് ഞാൻ എടുത്ത ടിക്കറ്റ് തന്നെ. ഞാൻ നോക്കി വെച്ചേക്കായിരുന്നു. ഞാൻ ഇങ്ങനെ കുറെ നോക്കി, അപ്പൊ അതിലുള്ള ടിക്കറ്റാണിത്. ഈ നോക്കി വെക്കുന്നത് എടുക്കാത്ത അല്ല, എടുക്കാൻ വേണ്ടിട്ട് നോക്കി വെച്ചാണ്. അല്ല, ആദ്യം മന്മഥന് ആവശ്യമുള്ളത് ആദ്യം എടുക്കുക, എന്നിട്ട് ഉണ്ണിക്ക് എടുക്കാമല്ലോ. അല്ല, ആ സീരീസിലെ ഇതിലെ ഇത് ഞാൻ റെഡിയാക്കി വെക്കുന്നത്. അല്ല, അത് റെഡിയാക്കി വെക്ക, കുറച്ചുകൂടെ എങ്ങനെ ഒതുക്കി വെക്കണം. ഞാനത് നീക്കി വെക്കാൻ വേണ്ടിട്ട് വെച്ചാ. ചേട്ടാ വേണ്ടുന്ന കൊടുക്ക്, ഞാൻ പോയിട്ട് വരാം. എന്നാ ഉണ്ണി കുറച്ച് കഴിഞ്ഞിട്ട് വന്നു. എന്നിപ്പോ മന്മഥന് ആവശ്യമുള്ള എടുത്തോ? ഞാൻ എടുത്തു ശീതളേട്ടാ. പക്ഷേ എടുത്തെങ്കിലുവേ ഈ നമ്പറൊന്നും ബാക്കിയില്ലാത്ത നമ്പർ. ഇതൊക്കെ മുമ്പ് എടുത്തിട്ട് എനിക്ക് അടിക്കാത്ത നമ്പറുകളാണ്. ഏതാ? അതിപ്പോ ഞാനിപ്പം എടുത്തത് ഇത് എനിക്ക് വേണ്ട. അല്ല, അപ്പൊ അങ്ങനെ ആയിരുന്നെങ്കിൽ അതാ ഉണ്ണിക്ക് കൊടുക്കായിരുന്നല്ലോ. ഉണ്ണി എടുത്തത് അത് ആ ഉണ്ണി വരുമ്പോ ഈ 3 ടിക്കറ്റ് അങ്ങ് ഉണ്ണിക്ക് കൊടുത്താൽ മതിയല്ലോ. താൻ എന്താ തത്തമ്മയോ അയാൾക്ക് ചീട്ട് എടുത്ത് കൊടുക്കാൻ? ഇയാൾക്ക് വേണമെങ്കിൽ എടുക്കണോ, അല്ലെങ്കിൽ അത് അവിടെ വെച്ചിട്ട് പോ. എന്റെ പണിയും കൂടി ചിറ്റിക്കല്ലേ മന്മഥ, വല്ല പണിക്കും പോ. ശീതളേട്ടൻ അറിയാമോ, അന്ന് എനിക്ക് 5000 റുപ്യ അടിച്ചത് ഞാൻ പണിക്ക് പോവാതെ വീട്ടിൽ ഇരുന്നിട്ട് ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്ത ദിവസം. ഈ ഇരിക്കുന്ന ടിക്കറ്റ് ഒന്നും എനിക്ക് ഭാഗ്യമുള്ള. സത്യശീലൻ വന്നിട്ടുണ്ടോ? ഒരു 2 ടിക്കറ്റ് ഉണ്ട്. എന്താ 2 ടിക്കറ്റ് അടിച്ചോ നോക്ക്. 2 ടിക്കറ്റ് അല്ലേ? ഇത് അടിച്ചിട്ടില്ല സത്യശീല കേട്ടോ. അടിച്ചിട്ടില്ലേ? ഇത് അടിച്ചിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. തനിക്ക് അടിച്ചോ? അപ്പൊ അടിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ശീതള, നമുക്ക് 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്താലോ? അതെ 2 ദിവസം വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നോക്കാം. അതെ, എന്നിട്ട് നോക്കാം. ചിലപ്പോ അടിച്ചാലോ? ചിലപ്പോ അടിക്കും. അതെ ശീതളേട്ടാ, സത്യത്തില് ഇയാൾക്ക് എന്താ പറ്റിയേ? ആൾക്ക് സത്യശീലൻ അതറിയത്തില്ലേ? ഇല്ല. അതെ, ഈ സത്യശീലൻ വലിയ ഒരു അത്യാവശ്യം കാശൊക്കെ ഉള്ള ഒരാളായിരുന്നു. ഇയാള് ചെന്നൈയിലായിരുന്നു ജോലി. അങ്ങനെ ഇയാൾക്ക് ഈ സ്ഥിരം ലോട്ടറി എടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. അങ്ങനെ ലോട്ടറി എടുത്ത് കുറെ കാശ് കളഞ്ഞു. അങ്ങനെ ഇയാളുടെ ഭാര്യ ഇയാളുമായി 1-2 പറഞ്ഞ് വഴക്കും വക്കാനും ഒക്കെ ആയി ഈ ലോട്ടറി എടുക്കുന്ന കാര്യത്തിലേ. അങ്ങനെ ഈ ഭാര്യ ഒരു ഡ്രൈവറിന് കൂടെ ഓടിപ്പോയി. ഈ വീട് ഭാര്യയുടെ പേരിലായിരുന്നു. ഇപ്പൊ അയാൾക്ക് വീടുമില്ല, ഒന്നുമില്ല, വെറുതെ തെരുവിൽ ഇങ്ങനെ പറഞ്ഞ് നടക്കുക. അപ്പൊ ഇതുപോലെ ഇപ്പൊ കൊണ്ടുവന്ന ലോട്ടറി ഇല്ലേ, അത് ആരാണ്ടൊക്കെ എപ്പോഴൊക്കെ എടുത്ത് കളഞ്ഞ ലോട്ടറി ആയി പെറുക്കി കൊണ്ടുവരും. അത് പെറുക്കി കൊണ്ടുവന്നായി ചോദിക്കുന്നത്. എന്താ ചെയ്യാ? പോയില്ലേ താൻ? ഇപ്പോഴോ? ഇപ്പൊ നോക്കണ്ട, ഇനി ഉച്ച കഴിയട്ടെ എന്നിട്ട് നോക്കാം കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ട് നോക്കാം.